നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ആരാധകർ പറയാറുണ്ടായിരുന്നല്ലോ, ഒരു ടാറ്റു പോലും ഇല്ലാത്ത മനുഷ്യരാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാഴ്ത്തി പറയാറുണ്ട്. അർജൻറ്റീന ടീമിൽ ഒരാളുണ്ട്, നോ ടാറ്റൂസ്, നോ സിഗരറ്റ്സ്, നോ ആൽക്കഹോൾ എന്ന് തൻ്റെ പിതാവ് പറഞ്ഞത് അതുപോലെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മറ്റാരുമല്ല, സൂപ്പർ താരം ഹുലിയൻ അൽവാരസ്. തൻ്റെ മനസ്സ് തുറക്കുകയാണ് ലെക്യുപ്പിനോട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടി ചെയ്തതല്ല. നമുക്കറിയാമല്ലോ, മെസ്സിയും മറ്റുള്ളവരും ഒക്കെ നിറയെ ടാറ്റുകൾ അടിച്ചിട്ടുള്ളവരാണ് ശരീരത്തിൽ. പക്ഷേ ഹുലിയൻ പറയുന്നു, ഇത് അവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ ഞാൻ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവ് എന്നോട് പറയാറുണ്ടായിരുന്നു, നോ ടാറ്റൂസ്, നോ സിഗരറ്റ്സ്, നോ ആൽക്കഹോൾ. ആ വാക്കുകൾ പാലിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഹുലിയൻ അൽവാരസ് ലെക്യുപ്പിനോട് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം എന്നോട് ദേശീയ ടീമത്തെ ഒരാൾ പറഞ്ഞു, എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ മാത്രമാണ് ദേശീയ ടീമിൽ ടാറ്റൂസ് ഇല്ലാത്ത ഒരാളെന്ന്. ശരിയാണ്. ഞാനത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ചെറിയ പ്രായത്തിലായപ്പോഴേ മൈ ഡാഡ് യൂസ്ഡ് ടു ടെൽ us, ഞങ്ങളോട് പറയാറുണ്ടായിരുന്ന കാര്യമുണ്ട്, എൻ്റെ പിതാവ്, നോ ടാറ്റൂസ്, നോ സിഗരറ്റ്സ്, നോ ആൽക്കഹോൾ. അപ്പം ഒരു അഡൽട്ടായപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് എടുക്കാം. ഇപ്പോൾ കുഞ്ഞായപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, അതുമാത്രമല്ല, അഡൽട്ട് ആവുമ്പോൾ ആർക്കും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാമല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതില്ല, ടാറ്റു എടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക് പോയതുമില്ല. അതാണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് ഹുലിയൻ അൽവാരസ് പറയുന്നു. സോ ചെറിയ പ്രായത്തിലെ പിതാവ് അങ്ങനെ പറയുമായിരുന്നു. ആ വാക്കുകൾ അത് അവൻ്റെ മനസ്സിലങ്ങനെ കിടന്നു. അഡൽട്ട് ആയപ്പോഴും ആ തീരുമാനം അവൻ മാറ്റിയില്ല എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുകയെന്ന് മനഃപൂർവ്വം ചെയ്തതല്ല എന്നും ഹുലിയൻ അൽവാരസ് പറഞ്ഞു. ഏതായാലും ഹുലിയൻ ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന ഫോമിലാണുള്ളത്. അടുത്ത വേൾഡ് കപ്പിലേക്ക് അർജൻറ്റീനയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഹുലിയൻ അൽവാരസ് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.